നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയിലെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളറിയാം ഓൾറെഡി നമ്മൾ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. ആ രണ്ട് ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്തത് ഡിമോവിയസ് ആണ് ഡിസ്കവർ ചെയ്തത്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് കേസാണ്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n ലാർജ് ആവുകയും പിയും ക്യൂവും വെരി സ്മോൾ ആവാതിരിക്കും. അതായത് പിയും ക്യൂവും എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് ഈക്വൽ ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താവും, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. നമ്പർ ഓഫ് ട്രയൽ വെരി ലാർജ് ആവുക. അതുപോലെ പി ആൻഡ് ക്യൂ, പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഫോർ ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ ആർ നോട്ട് വെരി സ്മോൾ. അതെന്ത് ആവാൻ പാടില്ല, സ്മോൾ ആവാൻ പാടില്ല, ഓൾമോസ്റ്റ് ഈക്വൽ ആവണം. അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താവും, നോർമൽ ഡിസ്ട്രിബ്യൂഷനായി മാറും. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ നോക്കാം. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ റേസ് ടു -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബൈനോമിയലിലും പോയിസണൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രോബബിലിറ്റി ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. 1/√2π ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ റേസ് ടു -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ. അതിൽ മ്യൂവും സിഗ്മയും കോൺസ്റ്റന്റ് ആണ്. മ്യൂ എന്ന് പറയുന്നത് മീനും സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മ്യൂവും സിഗ്മയാണ് അവിടുത്തെ പാരാമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. അപ്പോൾ അത് മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പിന്നെ എക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് -∞ ടു ഇൻഫിനിറ്റി ആണ്. നമ്മൾ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് -∞ മുതൽ +∞ വരെയാണ് എക്സിന്റെ വേരിയേഷൻ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ ഒരു ലിമിറ്റിംഗ് കേസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ n ലാർജും പി ആൻഡ് ക്യൂ ആർ നോട്ട് വെരി സ്മോളും ആണെങ്കിൽ, അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞത് ഇയും മ്യൂവും ഉണ്ട് അല്ലേ, ഇയും പൈയും ഉണ്ട്. അതിൻ്റെ വാല്യൂ കൂടി പറയണം. പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാകും പൈൻ്റെ വാല്യൂ എത്രയാണ്, 3.14 അല്ലെങ്കിൽ 22/7. അതുപോലെ ഇൻ്റെ വാല്യൂ ആണ് 2.71828. ഇതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ for various values of mean and standard deviation we get the different normal curves. അതായത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അനുസരിച്ചിട്ട് വേരിയസ് വാല്യൂസിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു, ഡിഫറെൻറ്റ് നോർമൽ കർവ്സ് കിട്ടും. പിന്നെ അതുപോലെ മീൻ എന്ന് പറയുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ദ ലൊക്കേഷൻ ഓഫ് ദ കർവ് ആണ്. അവിടെ മീൻ എന്ന് പറയുന്നത് എന്താണ്, ലൊക്കേഷൻ ഓഫ് ദ കർവ്, ഡിസ്ട്രിബ്യൂഷൻ്റെ ലൊക്കേഷനാണ് മീൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എക്സ് ആക്സിലെ ലൊക്കേഷൻ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദ കർവിൻ്റെ ഷേപ്പ്. മീന് ലൊക്കേഷൻ ഓഫ് ദ കർവ് ഓൺ ദി എക്സ് ആക്സിസും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദി കർവ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കും, കണ്ടിന്യൂസ് കർവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ദ നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. അതായത് ബെൽ ഷേപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ എക്സ് ആക്സിലാണല്ലോ മീനിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ എന്താ, ഈ ഒരു എക്സ് ആക്സിസ് വരച്ച് അതിൽ ബെൽ ഷേപ്ഡ് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ഇതാണ് ബെൽ ഷേപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരിക. അതിൽ അതായത് ഈ ഏറ്റവും ഹൈറ്റിൽ കാണുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള പോർഷൻ, ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പം മീനിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്താ പറയാൻ പറ്റും, സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ എന്ന് പറയും. മീനിൻ്റെ ഇരുവശത്തും എന്തായിരിക്കും, ഈക്വൽ പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. ഈക്വൽ ആയിട്ടായിരിക്കും ഇതിനെന്ത് ചെയ്യുക, വിഭജിക്കുന്നുണ്ടാവുക. അപ്പം ഇതെന്തായിരിക്കും,
സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ എന്ന് പറയാം. സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഭാഗിക്കുക. അതിനെയാണ് പറയുന്നത് സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് എ സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ. പിന്നെ അതുപോലെ മീനും മീഡിയനും മോഡൊക്കെ ഈക്വൽ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡ് ഈക്വൽ ആയിരിക്കും. ഇത് ചിലപ്പം നമുക്ക് വൺ വേർഡിലൊക്കെ ചോദിക്കാം, മീനും മോഡും മീഡിയനൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. പിന്നെ ദ ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ മീൻ. നമ്മളിപ്പം പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് അതിൽ ഏറ്റവും മാക്സിമം എവിടെയാണ്? മീനിലാണ് നമുക്ക് മാക്സിമം പോയിന്റ് കിട്ടുന്നത്. അതായത് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് അല്ലേ? അത് എവിടെയാണ്? മീനിലാണ്. അതാണ് ആ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദർ ഈസ് ഓൺലി വൺ മാക്സിമം പോയിന്റ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദി മീൻ. മാക്സിമം പോയിന്റ് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? മീനിലാണ് മാക്സിമം പോയിന്റ് ഒക്കർ ചെയ്യുക. പിന്നെ അതുപോലെ ദ ഓർഡിനേറ്റ് അറ്റ് മീൻസ് ഡിവൈഡ്സ് ദ ഹോൾ ഏരിയ ഇൻ ടു ഈക്വൽ പാർട്സ്. അതായത് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന്, അതായത് സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ ആണ്. അപ്പോൾ മീനിന്റെ രണ്ട് ഭാഗത്തും ഉള്ള ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റുന്നത് നമുക്കറിയാം, പ്രോബബിലിറ്റിന്റെ ടോട്ടൽ 1 ആണ്. അപ്പോൾ ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് 0.5 ആയിരിക്കും, ഈ ഒരു സൈഡ് 0.5 ആയിരിക്കും. അതായത് മീനിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഭാഗം എന്തായിരിക്കും? 0.5 വീതമായിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതാണ് ഈ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദ ബേസ് ഓൺ ഐദർ സൈഡ്. ദാറ്റ് ഈസ് ദ കർവ് അപ്രോച്ചസ് നിയറർ ആൻഡ് നിയറർ ടു ദ ബേസ് ബട്ട് ഇറ്റ് നെവർ ടച്ചസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? കർവ് കണ്ടോ, ഈ എക്സ് ആക്സിൽ ഇത് എന്ത് ചെയ്യുന്നില്ല, ഈ എക്സ് ആക്സിനോട് അടുത്ത് വരും, പക്ഷെ എന്ത് ചെയ്യില്ല, ഇത് കുറച്ചും കൂടി അടുത്ത് വരക്കുക കേട്ടോ, ഇങ്ങനെ അടുത്ത് വരക്കുക, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സ് ആക്സിന് അത് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് നിയർ ആയിട്ട് പോകണം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഞാൻ അങ്ങനെ വരച്ചത്. കുറച്ചും കൂടി ഇങ്ങനെ വരും കേട്ടോ, ഈ ഒരു രീതിയിൽ മുട്ടാതെ, ഈ ഒരു എക്സ് ആക്സിൽ മുട്ടാതെ രീതിയിലായിരിക്കും ഇതിൻ്റെ കർവ് ഉണ്ടാവുക. അതാണ് ആ പോയിന്റിന്റെ മീനിങ്. ഇനി എന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒക്കേഴ്സ് അറ്റ് മ്യൂ പ്ലസ് ഓ മൈനസ് സിഗ്മ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, ഇതൊരു കോൺകേവ് ആണ്, പിന്നെ ഇത് കോൺവെക്സിലേക്ക്, അതായത് കോൺകേവിൽ നിന്ന് കോൺവെക്സിലേക്ക് പോകുന്ന അതിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു വേർഡ് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒക്കേഴ്സ് അറ്റ് mu plus or minus sigma. At the point of inflection the curve changes from concavity to convexity. അത് ഈ ഒരു കർവിൽ തന്നെ പറയാൻ പറ്റും, ഇത് കോൺകേവ് അല്ലേ, ഇതെന്ത് ചെയ്യുന്നു, കോൺകേവിൽ നിന്ന് കോൺവെക്സിലേക്ക് മാറുന്നു, അതിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. അത് മ്യൂ പ്ലസ് ഓ മൈനസ് സിഗ്മ ആയിരിക്കും. പിന്നെ ക്വാർട്ടൈൽസ്, ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ഇക്വ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ ആയിരിക്കും. മീഡിയനിന്ന് ഇക്വ ഡിസ്റ്റൻസ് ആയിരിക്കും ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും. ഫസ്റ്റ് ക്വാർട്ടൈലാണ് Q1 എന്ന് ഉദ്ദേശിക്കുന്നത്, തേർഡ് ക്വാർട്ടൈലാണ് Q3 എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മീൻ ഡീവിയേഷൻ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയാണ്. മീൻ ഡീവിയേഷൻ 4/5 സിഗ്മയും ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയാണ്. ഇതും ഓർത്ത് വെക്കുക. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. നമ്മൾ പറഞ്ഞു സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ ആണെന്ന് പറഞ്ഞല്ലേ. നമ്മുടെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ സിമ്മട്രി നഷ്ടപ്പെടുന്നതിനെയാണ് സ്ക്യൂനെസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് സിമ്മട്രിക് അല്ലേ, അപ്പം സിമ്മട്രി നഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ എന്താണ് അവിടെ സ്ക്യൂനെസ് ഇല്ല, അതായത് സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മീസോകർട്ടിക്. മീസോകർട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷേപ്പിനെ തന്നെയാണ് മീസോകർട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെപ്റ്റോകർട്ടിക് മീസോകർട്ടിക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലെപ്റ്റോകർട്ടിക് എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നത് മീസോകർട്ടിക്. പിന്നെ ആ ഒരു രീതിയിൽ 3 തരത്തിലാണ് ഇതുള്ളത്, അത് ഓർത്ത് വെക്കുക. മീസോകർട്ടിക് ആയിരിക്കും. പിന്നെ നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിന് താഴെ എന്തില്ല, നമ്മുടെ കർവിൻ്റെ പോർഷൻ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മുടെ ഈ എക്സ് ആക്സ് ഇതാണല്ലോ, അതിൻ്റെ താഴേക്ക് ഈ കർവിൻ്റെ പോർഷൻ ഉണ്ടോ, മുകളിൽ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, എക്സ് ആക്സിന് താഴേക്ക് ഇതിൻ്റെ പോർഷൻ ഒന്നും ഇല്ല. നോ പോർഷൻ ഓഫ് ദി കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. പിന്നെ തിയററ്റിക്കലി ദ റേഞ്ച് ഓഫ് നോർമൽ കർവ് ഈസ് -∞ to ∞. നമ്മൾ പറഞ്ഞു എക്സ് വാല്യൂസ് എവിടെ മുതലാണ്, -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ എക്സ് വാല്യൂസ് വാരി ചെയ്യുക. പിന്നെ ബട്ട് പ്രാക്ടിക്കലി ദ റേഞ്ച് ഈസ് x-3 സിഗ്മ ടു x+3 സിഗ്മ. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ x-3 സിഗ്മ ടു x+3 സിഗ്മയാണ്. ഈ പോയിന്റ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. -∞ ആണ് തിയററ്റിക്കലി ആ വാല്യൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ് ദെൻ ദർ സം ഈസ് ഓൾസോ എ നോർമൽ വേരിയേറ്റ്. അതായത് എക്സും വൈയും നമ്മുടെ നോർമൽ വേരിയേറ്റ് ആണെങ്കിൽ അതിൻ്റെ സം ആയിട്ടുള്ള x+y എന്തായിരിക്കും, നോർമൽ വേരിയേറ്റ് ആയിരിക്കും. അതായത് അഡീഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്.
ഏരിയ അണ്ടർ ദി നോർമൽ കർവ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. ഇതങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പോയിന്റ്സ് തന്നെ പഠിച്ചാൽ മതി. ഒരു 10-13 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ. പിന്നെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലൊരു നോർമൽ സ്റ്റാൻഡേർഡ് ടേബിൾ ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ടാവും. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ആ ഒരു ടേബിൾ ഉണ്ടാവും. അവിടെ ആ ഒരു ടേബിൾ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവിടുന്ന് അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാം. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.